ഹലോ, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഹോം ടൂറാണ് കേട്ടോ. ഓൾറെഡി ഞാൻ ഈ വീടിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഇങ്ങോട്ട് വന്ന സമയത്ത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് സാധനങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, എൻ്റെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് മെസ്സേജ് അയച്ചതിന് പറ്റുവാണെങ്കിൽ ഒരു ഹോം ടൂർ ചെയ്യുമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമ്മുടെ ഹോം ടൂറാണ്. ഭയങ്കര ക്ലീനായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നത്, നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ അങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ നാച്ചുറലായിട്ടുള്ള വീടാണ് കാണാൻ പോകുന്നത്. ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഇങ്ങനെ പുൽത്തകിടി ഉണ്ട് കേട്ടോ, കണ്ടില്ലേ? പച്ച വിരിച്ച നല്ല പുൽത്തകിടി. പിന്നെ കാർ ഇടാനുള്ള കാറിൻ്റെ ഡ്രൈവേ ഉണ്ട്. 2 കാറ് വരെ വേണം പാർക്ക് ചെയ്യാം, കുറച്ച് ബാക്കിലോട്ട് എടുത്തത്. പിന്നെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ എടുക്കുന്ന ചെറിയൊരു ഒരു കൂടാരം പോലെ ഉണ്ട്. പിന്നെ ഇവിടെ നേരത്തെ ചെടികളൊക്കെ ഉണ്ടായിരുന്നു, എൻ്റെ ബ്ലോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം വിൻ്റർ ആയതുകൊണ്ട് ഇപ്പോൾ ചെടിയൊന്നും ഇല്ല കേട്ടോ, എല്ലാം പോയിരിക്കുകയാണ്. ഇനിയിപ്പോൾ സ്പ്രിംഗ് സീസൺ ആകുമ്പോൾ ചിലപ്പോൾ ആ വിത്തിൽ നിന്നെല്ലാം ഇനിയിപ്പോൾ കിളിച്ച് വന്ന് പൂവാവും. അങ്ങനെ നമ്മളിങ്ങനെ കയറി വരുന്ന സമയത്ത് ഇനി എന്താ പ്രത്യേകിച്ച് ഇവിടൊന്നുമില്ല, അകത്തോട്ട് പോവാം. അപ്പോൾ നമ്മളിങ്ങനെ കയറി വരുമ്പോൾ ഇടത് സൈഡായിട്ടാണ് നമ്മുടെ കിച്ചൺ ഉള്ളത്. കിച്ചണ് അവരൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പം തറയിൽ ടൈലാണ് ഇട്ടേക്കുന്നത്, ഒരു ബ്ലാക്ക് കളർ ടൈലും. പിന്നെ കബോർഡ്സ് എല്ലാം ഒരു വൈറ്റ് കളറിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ വീട്ടിൽ വന്ന സമയത്ത് ഫ്രിഡ്ജും അതുപോലെ തന്നെ ഈ ഒരു ഡിഷ് വാഷറിൽ ഞാൻ പാത്രം ഇട്ടിട്ടുണ്ട് കേട്ടോ കഴുകാനുള്ള. രാത്രിയിൽ ഞാൻ ഓൺ ചെയ്യത്തുള്ളൂ. പിന്നെ വാഷിംഗ് മെഷീൻ. അപ്പോൾ ഇതൊക്കെ ഇവിടെ മാൻഡേറ്ററി ആയിട്ട് മിക്കവാറും എല്ലാ വീടുകളിലും കാണും കേട്ടോ. നമ്മൾ റെന്റിനൊക്കെ എടുക്കുന്ന സമയത്ത് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ എല്ലാ വീടുകളിലും കാണും. പിന്നെ ചില വീടുകളിൽ ചിലപ്പോൾ ഡിഷ് വാഷർ കാണില്ല. പിന്നെ ഇവിടെ ഉള്ളത് ഒരു ഓവനുണ്ട്, പിന്നെ OTG. പിന്നെ എന്താണ് കബോർഡ്സ് ഇങ്ങനെ എല്ലാം ഇങ്ങനെ അടുക്കി പറക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കിച്ചൺ ടൂറായിട്ട് ഞാൻ സെപ്പറേറ്റ് ഒന്ന് ചെയ്യാൻ കേട്ടോ. പിന്നെ ഇവിടെ അതുപോലെ സാധനങ്ങളൊക്കെ റെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഡസ്റ്റ്ബിൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇവിടെ ഡസ്റ്റ്ബിന്നിൽ നമുക്കെല്ലാം സെഗ്രിഗേറ്റ് ചെയ്ത് വേണം ഇടാൻ. ഫുഡ് വേസ്റ്റ് തനിയെ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ അതൊക്കെ തനിയെ. അപ്പോൾ ഇത് പേപ്പർ ബോട്ടിൽ അങ്ങനെയൊക്കെ ഇടാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. പിന്നെ അകത്ത് വേറൊരെണ്ണം ഞാൻ വെച്ചിട്ടുണ്ട്, കബോർഡിനുള്ളിൽ തന്നെ ഒരു ഫുഡ് വേസ്റ്റിനുള്ളത്. പിന്നെ ഇത് നമുക്ക് നമ്മുടെ ഞാൻ വീഡിയോ എടുക്കുന്ന ഒരു സ്റ്റാൻഡാണ്. ഇത് റേഡിയേറ്ററാണ് കേട്ടോ. അപ്പോൾ ഈ നമ്മൾക്ക് വീട്ടിൽ വിൻ്റർ സമയത്തൊക്കെ നല്ല തണുപ്പായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ നമ്മുടെ AC പകരം റേഡിയേറ്ററാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇവിടെ ഒരു ബോയിലർ ഉണ്ട് കേട്ടോ, അത് കാണിക്കുമ്പോൾ ഇതാണ് ബോയിലർ. ഇതാണ് ഇൻസ്റ്റൻ്റായിട്ട് ബോയിൽ ചെയ്ത് നമ്മുടെ വീട്ടിൽ ചൂടിനെ നിലനിർത്തും. അതുപോലെ തന്നെ ചൂടുവെള്ളം ഉണ്ടാക്കാനും ഒക്കെ ഇതാണ് യൂസ് ആവുന്നത്. ചില വീട്ടിലൊക്കെ വലിയ ബോയിലർ കാണും കേട്ടോ. ഇത് ചെറുതാണ്, ഇതിങ്ങനെ ഒതുങ്ങിയിരിക്കുന്നുണ്ട്. പക്ഷെ ഇതാണ് നല്ലത്. അപ്പം ഇതാണ് കിച്ചണിലുള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഇത് ഞാൻ വെച്ചിട്ടുണ്ട്, പാത്രമൊക്കെ കഴുകി വെക്കാൻ വേണ്ടി ഒരു ഇത് റാക്ക് വെച്ചിട്ടുണ്ട്. വലിയ പാത്രങ്ങളൊക്കെ കഴുകണമെന്നുണ്ടെങ്കിൽ ഇതിൽ ചെയ്യും. അല്ലാത്ത സമയത്ത് രാത്രി ഞാനിങ്ങനെ ഡിഷ് വാഷർ ഓൺ ചെയ്ത് വിടും, എല്ലാ സാധനങ്ങളൊക്കെ മീൻസ് എല്ലാ പാത്രങ്ങളൊക്കെ പറക്കിയിട്ടിട്ട്. അപ്പം ഇതാണ് കിച്ചൺ. പിന്നെ ഒരു ചെറിയൊരു സ്റ്റൂള്, ഈ സ്റ്റൂളും നമ്മളിവിടെ വന്ന സമയത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇങ്ങനെ ദോശയൊക്കെ ഇങ്ങനെ ചൂടോട് കഴിക്കണമെങ്കിൽ ഇവിടെ വന്ന് ഈ സ്റ്റൂളിൽ ഇരുന്ന് ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാം. അപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻ്റെ കിച്ചണായിരിക്കും കണ്ടിട്ടുള്ളത് എൻ്റെ വീഡിയോസിൽ. പിന്നെ നമ്മളിങ്ങനെ കയറി വരുന്നിട്ട് ഒരു ചെറിയൊരു ഷൂ റാക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ പെട്ടെന്ന് എല്ലാം ഷൂ എല്ലാം വെച്ചിട്ട് അകത്തേക്ക് കയറാൻ വേണ്ടി. അപ്പം ഇനി ഉള്ളത് ഒരു ടോയ്ലറ്റാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു വാഷ് ബേസിനും ടോയ്ലറ്റും. പിന്നെ മിറർ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സുന്ദരിയാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി. വാശിക്കുട്ടി ഏറ്റവും കൂടുതൽ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ചിലവഴിക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ വാശിക്കുട്ടി ഇവിടെ ഒരു പെയിൻറ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വരച്ചിട്ടില്ല, അത് ഓൾറെഡി വരച്ച് ഇരുന്നതാണ്, അതിലവൾ പെയിൻറ് മാത്രം ചെയ്തേക്കുന്നതാണ്. അപ്പം ഇതാണ് നമ്മുടെ കുഞ്ഞു താഴത്തെ ടോയ്ലറ്റ്. മേളിൽ ഒരു ബാത്റൂം ഉണ്ട്. നമ്മൾ തിരിച്ച് അകത്തോട്ട് വരുമ്പോൾ നമ്മുടെ ലിവിങ് റൂം. പിന്നെ മുകളിലാണ് നമ്മുടെ ബെഡ്റൂംസ് ഉള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു കബോർഡ് വെച്ചിട്ടുണ്ട്. ഇതിന് നമ്മുടെ അല്ലറച്ചിലുള്ള സാധനങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിനി ലിവിങ് റൂമിലേക്ക് പോവാം. അപ്പം ലിവിങ് റൂമിൽ നമ്മുടെ സോഫയും കാര്യങ്ങളും ഡൈനിങ് ടേബിളും ചെയറും എല്ലാം നമ്മൾ വാങ്ങിയതാണ്. നമ്മൾ വീടെടുക്കുന്ന സമയത്ത് അൺഫർണിഷ്ഡ് ആയിട്ടുള്ളൊരു വീടായിരുന്നു ഇത്. പിന്നെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് വാങ്ങിച്ചു. ഇത് പിന്നെ വേറെ സോഫയുണ്ട്. ഈ ഒരു ചെയറിന്
ഒരു പ്രത്യേകതയാണ്. ഇതിന്റെ പേര് ലവ് ചെയർ എന്നാണ് കേട്ടോ. ഇതിങ്ങനെ കറങ്ങാം. ഇപ്പം ആദ്യം വന്ന സമയത്ത് എല്ലാവരും ഇതിൽ നിന്ന് കറങ്ങിക്കൊണ്ടിരുന്നു. പക്ഷേ പോകെ ആരും കറങ്ങാതായി, അവിടെ ചെമ്മായിരിപ്പായി. പിന്നെന്താണ് ഇതൊരു ചെയർ. പിന്നെ ഒരു ഓഫീസ് ചെയർ ഉണ്ട്. ഏട്ടന് വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന സമയത്ത് ഇന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു ചെയർ. പിന്നെ ഇവിടെ എൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ആശുക്കുട്ടിയുടെ 10th ബർത്ത്ഡേക്ക് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോയാണ്. പിന്നെ ഇവിടെ ചെടി. പിന്നെ നോക്കുക, ഇത് ഹാപ്പി എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഹാപ്പി ബർത്ത്ഡേയുടെ ഇതാണ് കേട്ടോ. ആ ഒരു ഹാങ് ചെയ്യുന്ന സംഭവമല്ലേ, അതിൻ്റെ ഹാപ്പി ബർത്ത്ഡേ എടുത്ത് കളഞ്ഞിട്ട് ഹാപ്പി മാത്രം നമ്മൾ ഹാങ് ചെയ്തതാണ്. എപ്പോഴും ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്കൊരു ഹാപ്പി ഫീലിംഗ് തോന്നാൻ വേണ്ടി. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഫ്ലവർ ബേസ് വെച്ചിട്ടുണ്ട് ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ. എപ്പോഴും വെക്കാറില്ല. കഴിഞ്ഞ ദിവസം ഹോസ്റ്റലിൽ പോയ സമയത്ത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോൾ വാങ്ങിച്ചതാണ്. ചില ദിവസങ്ങളിൽ കാണും, ചില ദിവസങ്ങളിൽ കാണില്ല, സ്ഥിരമായിട്ടൊന്നുമില്ല. പിന്നെ നമുക്കിവിടെ ബാക്ക് യാർഡ് ഉണ്ട് കേട്ടോ. ഇന്ന് തുറന്ന് വെളിയിലോട്ട് പോകുമ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല ബ്രൈറ്റായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. ബാക്ക് യാർഡിൽ ഇങ്ങനെ പുല്ലൊക്കെ വളർന്ന് വന്നുകൊണ്ടിരിക്കുന്നു. വിൻ്റർ സമയമാകുമ്പോൾ ആദ്യം ആരും പുല്ല് വെട്ടാറൊന്നുമില്ല കേട്ടോ. ഇന്ന് കുറച്ച് ക്ലൈമറ്റൊക്കെ നല്ല ഒരു ദിവസമായിരുന്നു കേട്ടോ. കുറച്ച് സണ്ണിയൊക്കെ ഉണ്ടായിരുന്നു, നല്ല വെയിലൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് നോക്കി ഇപ്പം 5 മണിയായിട്ട് സൂര്യഭഗവാൻ എന്തുകൊണ്ട് അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. സാധാരണ ഈ സമയമൊക്കെ ആകുമ്പോൾ സൂര്യനെ അങ്ങനെ കാണാറില്ലാത്തതാണ്. ഇപ്പോൾ സ്പ്രിംഗ് സീസൺ തുടങ്ങുന്നത് കൊണ്ട് കുറച്ച് വെട്ടവും വെളിച്ചമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി തണുപ്പും കുറവാണ് കേട്ടോ. അതുകൊണ്ടാണ് ജാക്കറ്റൊന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നത്. പിന്നെ ഇത് ഇവിടുത്തെ ഒരു ഷെഡാണ്. ഇതിലിങ്ങനെ പുല്ല് വെട്ടാനുള്ള മെഷീനും പിന്നെ പുല്ല് കട്ട് ചെയ്യാനുള്ളത് മൺമട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെയാണ് നമ്മുടെ ഡസ്റ്റ്ബിന്നും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ ഒരു വാതിലുണ്ട്. നമുക്ക് ആ കാറിട്ടേക്ക് അകത്തോട്ട് പോകാൻ പറ്റും. ഇതാണ് ബാക്ക് യാർഡിലെ വിശേഷങ്ങൾ. പിന്നെ ബാക്ക് യാർഡിൽ ഇവിടെ സ്ട്രോബെറി ഒക്കെ വരും കേട്ടോ. ഈ സ്പ്രിംഗ് സീസണൊക്കെ കഴിഞ്ഞ് ഇതെല്ലാം ചെടിയൊക്കെ വളർന്ന സമയത്ത് സ്ട്രോബെറി ഒക്കെ വരും. ഇപ്പം തൊണ്ട് മരങ്ങളിലൊന്നും ചെടിയും കാര്യങ്ങളും ഒന്നും, മരങ്ങളൊന്നും ചെടിയല്ല, മരങ്ങളിലെ ഇലയൊന്നും ഇല്ല. ഫുള്ളിങ്ങനെ എന്താ പറയുക, മൊത്തം കമ്പ് മാത്രമായിട്ട് നിൽക്കണം. നമുക്ക് അകത്തേക്ക് പോവാം. നമ്മുടെ വീട്ടിൽ ഒരാളുണ്ട്. അപ്പം ഇവിടെ ഇനി ഒരു ചെറിയൊരു റൂമുണ്ട് കേട്ടോ. അത് നമ്മുടെ സർവീസിൻ്റെ അടിഭാഗമാണ്. ഇവിടെ ഇങ്ങനെ ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇടാനുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഹാളിൽ ചെറിയൊരു പൂജ സെറ്റപ്പ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇവിടെ. ഇനി നമുക്ക് നേരെ മുകളിലേക്ക് പോകാം. മുകളിലാണ് നമ്മുടെ ബെഡ്റൂംസ് ഒക്കെ ഉള്ളത്. പിന്നെ മുകളിലോട്ട് വരുന്നവർ സ്റ്റെപ്പിലും ഇവിടെയെല്ലാം കാർപ്പറ്റാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. താഴെയൊക്കെ വുഡൻ ഫ്ലോറിങ് ആയിരുന്നു. ഇവിടെ 3 ബെഡ്റൂമാണുള്ളത്. അപ്പോൾ ആദ്യത്തേത് ഈ ഒരു ബെഡ്റൂമാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ബെഡ്റൂമായിട്ടല്ല യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ തുണിയൊക്കെ വിരിച്ചിടാനുള്ള റാക്കൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്, ഇവിടെ ഇങ്ങനെ പശുക്കുട്ടിക്കൊക്കെ ബുക്സൊക്കെ വെക്കാൻ വേണ്ടി ഒരു ചെറിയൊരു ഷെൽഫുണ്ട്. പിന്നെ ഇത് വിവാൻകുട്ടിയുടെ കബോർഡ്. ഇത് ഏട്ടൻ്റെ കബോർഡ്. പിന്നെ സാധാരണ എല്ലാ വീട്ടിലും ഇത്ര വലിയ കബോർഡ്സ് ഒന്നും കാണില്ല കേട്ടോ. എപ്പോഴും ഇങ്ങനെ പ്ലെയിനായിട്ട് ഹാങ് ചെയ്യാൻ മാത്രം തന്നെ കാണാറുള്ളൂ. ഇവർ പിന്നെ കുറച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ലൈറ്റ് കാണിച്ചുതരാം. ഇതാണ്. ഇനി നമുക്ക് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകാം കേട്ടോ. അപ്പം ബെഡ് ഇവിടെ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ളതൊന്നുമില്ല. ബെഡ് മാത്രമേ ഉണ്ട്. പിന്നെ കബോർഡ്സ് ഓൾറെഡി നേരത്തെ ഉള്ളത് തന്നെയാണ്. ഇങ്ങനെ സ്ലൈഡിങ് കബോർഡ്സാണ് കേട്ടോ. ഇതിലാണ് എൻ്റെ വർഷക്കുട്ടിയുടെ ഡ്രസ്സുകളൊക്കെ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഇതുപോലെ ഹാങ്ങിങ് മാത്രമേ കാണാറുള്ളൂ പല വീടുകളിലും. ഇവർ കുറച്ച് നന്നായിട്ട് കുറച്ച് റാക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഇവിടെ. പിന്നെ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് യാർഡ് കാണാം. അത് ആ റൂമിലും കാണാമായിരുന്നു കേട്ടോ. അപ്പം പിന്നെ എന്താണ് വേറെ ഇവിടുത്തെ വീഡിയോസും. ഇവിടെ ഇങ്ങനെ ഒരു അയൺ ബോക്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് രാവിലെ ഓഫീസിലും വാശിക്കുട്ടി സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് പെട്ടെന്ന് അയൺ ചെയ്തിട്ട് പോകാൻ വേണ്ടി. പിന്നെ നമ്മുടെ എന്താണ് ഹെയർ ഡ്രയറൊക്കെ ഇരിപ്പുണ്ട്. അത്ര വേറെ ടേബിളും കാര്യങ്ങളും ഒന്നും നമ്മൾ മേടിച്ചിട്ടൊന്നുമില്ല. സൈഡ് ടേബിളൊന്നും, ജസ്റ്റ് നമ്മുടെ ബെഡ് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാം. അതാണ് പക്ഷിക്കുട്ടിയുടെ വിവാൻ്റെ റൂം. അപ്പോൾ അതിന് മുമ്പ് ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഇതുണ്ട് കേട്ടോ. ഒരു കുഞ്ഞ് ഷെൽഫ് മൊത്തം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഇവരുടെ സാധന സാമഗ്രികളാണ്. പക്ഷിക്കുട്ടിയുടെ വിവാൻ്റെയും കളിപ്പാട്ടവും ബുക്സും എല്ലാം. അതൊക്കെ ഇനി ഒതുക്കാനുണ്ട് കുറേ.
അപ്പൊ ഇതാണ് ഇവിടുത്തെ 3ാമത്തെ ബെഡ്റൂം കേട്ടോ. ഇവിടാണ് പക്ഷിക്കുട്ടി വിമാനം കിടക്കുന്നത്. ഇത് നമ്മുടെ ബാക്കിയാട് നിൽക്കുന്ന ഒരു ബാമ്പുമാണ് കേട്ടോ. അത് വെട്ടിയ സമയത്ത് ഇവരിവിടെ ഡെക്കറേഷൻ എന്ന് പറഞ്ഞ് കൊണ്ടുവച്ചതാണ്. പിന്നെ ഇന്ന് നല്ല വെളിച്ചമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പക്ഷിക്കുട്ടി കണ്ടില്ലേ, പക്ഷിക്കുട്ടിയുടെ ഇഷ്ട സ്ഥലമാണിത്. ഇവിടെ ഇങ്ങനെ ഒരു ബീൻ ബാഗ് വെച്ചിട്ടുണ്ട്. ബുക്കൊക്കെ വായിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതിലിരുന്നേ വായിക്കുകയുള്ളൂ, അപ്പോഴാണ് ഒരു കംഫർട്ട് ഫീൽ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അതുകൊണ്ട് 2 പേരുടെ അക്ഷരം വീല് തുടങ്ങുന്നത് കൊണ്ട് ഒരു ബി ഒക്കെ ഇവിടെ തൂക്കിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇവിടെ കുറേ ബുക്സുകളും കാര്യങ്ങളും ബുക്കൊക്കെ അവിടെ അടുക്കി വെക്കും. ചില സമയത്ത് എല്ലാം കൊണ്ട് ഇവിടെ അടുക്കി വെക്കും. ഇങ്ങനെ മാറി മാറി ഇങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഇവിടെ നല്ലൊരു ലൈറ്റ് ഉണ്ട് കേട്ടോ. ഈ ലൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താണ് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ അതുകൊണ്ട് അവരുടെ കൂട്ടാളികൾക്ക് ഇവിടെ കിടപ്പുണ്ട്. ക്രിസ്മസ് തത്ത. അപ്പോൾ ഇത് പക്ഷിക്കുട്ടി സ്കൂളിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. കുഷ്യൻ കവർ ഉണ്ടാക്കി ഇതിനകത്തുള്ള പഞ്ഞിയൊക്കെ വെച്ച് നിറച്ചേക്കാണ്. തന്നെത്താനെ ഇവിടുന്ന് ഡ്രസ്സൊക്കെ കൊണ്ടുപോയിട്ട് വെട്ടി തയ്ച്ചുകൊണ്ട് വന്നതാണ്. പേരൊക്കെ തന്നെത്താനെയാണ് സ്റ്റിച്ച് ചെയ്തേക്കണേ. ഇതൊക്കെയാണ് ഇവിടെ ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ ഉള്ളത് ബാത്റൂം മാത്രമാണ് കേട്ടോ. ഇതാണ് ബാത്റൂം. സാധാരണ ഇവിടെ ഒരു കുഞ്ഞു കബോർഡ്സ് ഉണ്ട്. പിന്നെന്താണ് ചെറിയൊരു വാഷ് ബേസൺ, പിന്നെ ബാത്ത് ടബ് ഉണ്ട് കേട്ടോ. അങ്ങനെ മിക്കവാറും എല്ലാ വീടുകളിലും ബാത്ത് ടബ് കാണും. പക്ഷെ അങ്ങനെ എല്ലാവരും അങ്ങ് യൂസ് ചെയ്യത്തൊന്നുമില്ല. വല്ലപ്പോഴും ഒക്കെയാണ് ബാത്ത് ടബിൽ കിടന്ന് കുളിക്കുന്നത്. അത് പ്രത്യേകിച്ച് പക്ഷിക്കുട്ടി വിമാനമൊക്കെയാണ് അങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹോം ടൂറ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സി യു.